നിങ്ങൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു എന്ന മട്ടിൽ തന്നെ ജോലി ചെയ്യുക. കബീർ എന്ന ഭക്തകവി ഉണ്ടായിരുന്നു. അയാൾ ചെരുപ്പ് കുത്തിയായിരുന്നു. ആ മനുഷ്യൻ വളരെ സാവകാശം ചെരുപ്പ് കുത്തി അതിസുന്ദരങ്ങളായ ചെരുപ്പുകളുണ്ടാക്കും. ഒരുപാട് സമയമെടുക്കും. ശ്രദ്ധയോടുകൂടി, സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി സമയമെടുത്ത് ചെരുപ്പ് കുത്തും. അപ്പോൾ കച്ചവട മനസ്ഥിതിയുള്ള ഒരു സുഹൃത്ത് പറഞ്ഞു, നിങ്ങളെന്ത് മണ്ടത്തരം കാണിക്കുന്നത്? നിങ്ങൾക്ക് നല്ല സ്കില്ലുണ്ട്, നിങ്ങളുടെ ചെരുപ്പിന് നല്ല ഡിമാൻഡുണ്ട്. ഡിമാൻഡ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് സ്കില്ല് ഉപയോഗിച്ച് ഫാസ്റ്ററായിട്ട് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്ഥലത്തെ ഏറ്റവും സമ്പന്നനായി മാറാൻ പറ്റും. അപ്പം അതുകൊണ്ട് ബുദ്ധി ഉപയോഗിക്കുക, കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യും. ഇത്രയ്ക്ക് സമയമെടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കബീർ ചോദിക്കുന്നു, നിങ്ങൾ രാജാവിന് വേണ്ടി ചെരുപ്പുണ്ടാക്കുകയാണെന്ന് കരുതുക, നിങ്ങൾ എങ്ങനെയൊക്കെ ചെരുപ്പുണ്ടാക്കുക? അയാൾ പറഞ്ഞു, എല്ലാ ശ്രദ്ധയും എടുത്ത് അങ്ങേറ്റം സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ചെയ്യും. കുറച്ചും കൂടി സമയമെടുക്കുമോ? തീർച്ചയായിട്ടും, രാജാവ് സ്പെഷ്യലല്ലേ, VIP, അവ സമയമെടുക്കും, സമയമെടുത്തേ ചെയ്യുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ചെരുപ്പ് തുന്നുന്നത് രാജാവിന് വേണ്ടിയല്ല, രാജാക്കന്മാരുടെ രാജാവിന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയാണ്. ഓരോ വ്യക്തിയും എൻ്റെ മുന്നിൽ വരുമ്പോൾ ഞാൻ കാണുന്നത് ദൈവം മുന്നിൽ വരുന്നതായിട്ടാണ്. ദൈവത്തിന് വേണ്ടി ചെരുപ്പ് കുത്തുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ സമയമെടുത്ത് ചെയ്യും. ലിയോ ടോൾസ്റ്റോയുടെ മാർട്ടിൻ എന്ന കഥാപാത്രമുണ്ട്. അയാൾ ചെരുപ്പ് കുത്തിയാണ്. അയാൾ ചെരുപ്പ് കുത്തുന്നതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന പോലെയാണ്. അങ്ങനെ ചെരുപ്പ് കുത്തുന്നതിലൂടെ സുവിശേഷവൽക്കരണം നടത്തുന്ന അയാൾ ക്രിസ്തുവിനെ പല രൂപത്തിൽ പല ഭാവത്തിൽ കാണുന്നതായിട്ടാണ് ആ ചെറുകഥയിൽ അവതരിപ്പിക്കപ്പെടുക. നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നുണ്ട്, നിങ്ങൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന മട്ടിൽ ആനന്ദത്തോടു കൂടി ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക. വിദേശത്തു നിന്നും നാട്ടിലെത്തിയ ഒരു സ്ത്രീ, മദർ തെരേസ, കുഷ്ഠരോഗികളെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗം കാണുകയാണ്. അവരുടെ മുറിവിലൊക്കെ ഇവർ വളരെ സ്നേഹത്തോടുകൂടി മരുന്നൊക്കെ അപ്ലൈ ചെയ്യുന്നു. ആ ദുർഗന്ധമാർന്ന ആ അന്തരീക്ഷത്തിൽ ഒരു പ്രശ്നവുമില്ലാത്ത മട്ടിൽ ചിരിച്ചുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്നു. ഈ സ്ത്രീക്ക് അത്ഭുതമായി. അവർ മദർ തെരേസയോട് പിന്നീട് പറഞ്ഞു, കോടിക്കണക്കിന് രൂപ എനിക്ക് ആരെങ്കിലും ഓഫർ ചെയ്താലും ഞാനിത് ചെയ്യില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മദർ തെരേസ പറഞ്ഞു, നിങ്ങളെനിക്ക് കോടിക്കണക്കിന് രൂപ തന്നാലും ഞാനിത് ചെയ്യില്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ചെയ്യുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. ക്രിസ്തുവിന് വേണ്ടി ഞാനിത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് യാതൊരു മടുപ്പില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യുന്ന എന്തും ദൈവസ്നേഹത്തെപ്പറ്റി ചെയ്യുന്ന ആ ഒരു മനോഭാവം കൊണ്ടുപോകുക. നിങ്ങളുടെ വർക്ക് നിങ്ങളെ ബേൺ ഔട്ട് ചെയ്യില്ല, നിങ്ങളുടെ വർക്ക് നിങ്ങളെ കൺസ്ട്രക്റ്റ് ചെയ്യും. ചില ആളുകൾ മനസ്സ് മുട്ടി പ്രാഗി ദേഷ്യപ്പെട്ട് ജോലി ചെയ്ത് അവസാനം ജോലി അവർക്ക് ഒരു വല്ലാത്ത കുടുക്കായി മാറുകയാണ്. കുരുക്ക് കയർ പോലെയായി മാറുന്നുണ്ട് ജോലി. ശരിക്കും പറഞ്ഞ് ഏത് ജോലി ആയാലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ആ ജോലിയെ നിങ്ങൾ ഇഷ്ടപ്പെടുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലി മാത്രം ചെയ്യുന്നതിന് പകരം ചെയ്യുന്ന ജോലിയെല്ലാം ഇഷ്ടപ്പെട്ടു തുടങ്ങുക. അത് ഒരു പ്രോവർബാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദ വർക്ക് യു ലൈക്ക്, ട്രൈ ടു ലൈക്ക് ദ വർക്ക് യു ഡു. അത് സത്യമല്ലത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി മാത്രമേ ചെയ്യുള്ളൂ എന്ന് എന്തിനാണ് ശടിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കുറേ ജോലിയൊക്കെ ചെയ്യേണ്ടി വരും. അത് വേറെ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടായാലും നിങ്ങൾ ചെയ്യേണ്ട ജോലി നന്നായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ ജോലി നിങ്ങളെ കഠിനമായി മുറിവേൽപ്പിച്ച് നിങ്ങളെ തളർത്തി കളയും. അതിനിടവരുത്തുന്നത് എന്തിനാണ്? കർത്താവിനെ പ്രതി എന്ന മട്ടിൽ ജോലി ചെയ്യുക. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഫാദർ ഡാമിയനെ കുറിച്ചുള്ള 1937 പുസ്തകം വായിക്കുകയായിരുന്നു. ആ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ പ്രീസ്റ്റ് എന്ന നിലയിൽ എത്ര ചെറിയ ജോലിക്കാരനാണ് എന്ന് ധ്യാനപൂർവ്വം ചിന്തിക്കുകയായിരുന്നു. കാരണം ഈ മനുഷ്യൻ യുവസഹജമായ എല്ലാ സൗന്ദര്യവും ആരോഗ്യമൊക്കെ ഉള്ള മനുഷ്യൻ മൊളോക്കോയ് ദ്വീപിലേക്ക് വോളണ്ടിയറായിട്ട് ചെല്ലുകയാണ്. ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾ അറിയാത്തൊരു കാര്യം ഉണ്ട്. ഈ മനുഷ്യൻ അവിടെ ചെല്ലുന്നു. 16 വർഷമാണ് അവിടെ ജീവിച്ചത്. ഈ 16 വർഷത്തിനിടയിൽ ഇദ്ദേഹം 8000-ലധികം കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചു. നിങ്ങൾ കണക്കെടുക്കാൻ തയ്യാറാകുക. 8000-ലധികം
കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചു. 2000-ലധികം ശവക്കുഴികൾ സ്വയം ഉണ്ടാക്കിയെടുത്തു. കാരണം അവിടെ വേറെ സഹായിക്കാൻ ആരുമില്ല. 2000 പേരുടെ മൃതദേഹം മൂടാൻ വേണ്ടി ശവക്കുഴികൾ തോണ്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ? 2000 ശവപ്പെട്ടികൾ അദ്ദേഹം ഉണ്ടാക്കി സ്വയം. അദ്ദേഹത്തിന് കാർപ്പൻറ്ററി അറിയാം, അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്തതായിട്ട് ഒരു ജോലിയില്ല, എല്ലാ ജോലികളും അറിയാം. അതുകൊണ്ട് അദ്ദേഹം ശവപ്പെട്ടികളുണ്ടാക്കി 2000 അതിൻ്റെ എണ്ണം. ഇനി അവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഈ മനുഷ്യൻ 300 വീടുകൾ പണിതൊരുക്കി, 300 ചെറുകിട മറ്റ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയെടുത്തു, ഒരുപാട് റോഡുകൾ ഉണ്ടാക്കി, 3 ഹോസ്റ്റൽസ് ഉണ്ടാക്കി, 3 വൃദ്ധ മന്ദിരങ്ങളുണ്ടാക്കി, 5 പള്ളികളുണ്ടാക്കി, ഇനി ഒരു റിസർവോയർ പണിതൊരുക്കി. ഇത്രയൊക്കെ ഒരു മനുഷ്യന് എങ്ങനെ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ? എന്നിട്ടും ഈ മനുഷ്യൻ്റെ പരാതിയില്ല. അദ്ദേഹത്തിൻ്റെ ആ ജീവചരിത്രത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെയാണ് ചിത്രീകരിക്കുക: ഒരു പരാതിയില്ലാതെ, ഒരു ക്ഷീണവുമില്ലാതെ, എപ്പോഴും ദൈവഗ്രാസിയ പാട്ടും പാടി ആളുകളൊക്കെ ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഈ മനുഷ്യൻ നടക്കുമായിരുന്നു. എപ്പോഴും ബ്രീവിയർ ചെല്ലുമായിരുന്നു, കൊന്ത ചെല്ലുമായിരുന്നു. ഈ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു നീണ്ട പ്രാർത്ഥനയായി മാറി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെറിയൊരു ജോലി ചെയ്ത് കഴിയുമ്പോൾ തന്നെ ക്ഷീണം വന്ന്, അസ്വസ്ഥത വന്ന്, ദേഷ്യം വന്ന്, പരിഭവവും പരാതിയുമായി മാറി നിൽക്കുന്ന നമുക്ക് അങ്ങനെയൊക്കെ ദേഷ്യപ്പെടാനും പരാതി പറയാനും എന്താ അവകാശമുള്ളത്? ആലോചിച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ട് എന്തും ദൈവത്തിന് വേണ്ടി ചെയ്യുക, അപ്പോൾ ജീവിതം കുറച്ചുകൂടി സുന്ദരമായി മാറും. ആരോ ഫാദർ ഡാമിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിതൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു, ഇത്രയും കാര്യങ്ങൾ? അദ്ദേഹം പറഞ്ഞു, ഈശോയ്ക്ക് വേണ്ടി അല്ലാതെ ഞാനിവിടെ നിന്നിരുന്നെങ്കിൽ 5 മിനിറ്റ് മൊളോക്കോ ദ്വീപിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് അസഹ്യമായിട്ട് എനിക്ക് ആദ്യം തോന്നിയിരുന്നു. 5 മിനിറ്റിൽ കൂടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഞാനിപ്പോൾ 16 വർഷത്തോടെ ജീവിച്ചു. 16 വർഷം കൊണ്ട് എനിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ ഞാൻ ചെയ്തു. എല്ലാം കർത്താവിന് വേണ്ടിയായിരുന്നു, എല്ലാം കർത്താവിൻ്റെ കൂടെയായിരുന്നു, എല്ലാം കർത്താവിലേക്ക് എത്തിച്ചേരാനുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു. ഇതാണ് ഒരു മനുഷ്യൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത ദിവസം ജോലിയെക്കുറിച്ച് പരാതി പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കർത്താവിന് കൊടുക്കുക. കാസ്റ്റ് യുവർ ബർഡൻ ആൻഡ് ജീസസ്, ഹി കെയർസ് ഫോർ യു. അങ്ങനെ ഒന്ന് പാടി നോക്ക്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും കുറച്ച് മാറ്റങ്ങൾ വരും.